ഇൻട്രോ എടുക്കാം. ഇൻട്രോ എടുക്കണ്ട നമുക്ക്. അല്ല ഇൻട്രോക്ക് എല്ലാരും വേണ്ടേ? അത് ഓഫ് കാണത്തില്ല. നമ്മൾ ഒത്തിരി അവരെയിരിക്കും. ഇത്രേ ഉള്ളൂ. ഇതോ ഓ ഇങ്ങനെ പിടിക്കാം. പറയാം. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മറിയത്തിന്റെ ബർത്ത്ഡേ പ്ലാനിങ് വീഡിയോ ആണ്. പ്ലാനിങ് ടു നമ്മളത് സെലിബ്രേറ്റ് ചെയ്യുന്ന വീഡിയോ എല്ലാം ഇതിൽ കാണും. അപ്പൊ നമ്മൾ ഇന്നത്തെ ഡേറ്റ് എന്നാണ്? ഇന്ന് 13 ജൂൺ ആണ്. അപ്പൊ ഞങ്ങള് വിചാരിച്ചു ഞങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന കുറച്ച് ക്ലിപ്സ് ഇതിൽ ആഡ് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ ഞങ്ങൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത്. അതെ, 15-നാണ് ബർത്ത്ഡേ. അപ്പൊ ഞങ്ങൾ 2 days മുന്നേ, 2 days അല്ല, കുറെ നാൾ മുന്നേ ഞങ്ങൾ പ്ലാൻ ഇട്ട് തുടങ്ങി. അപ്പൊ ഞങ്ങൾ ഇന്ന് കുറെ മേടിച്ചു. കുറെ ഗിഫ്റ്റ്സ് സാധനങ്ങളെല്ലാം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പോരാത്തതിന് നമ്മള് കൈകൊണ്ട് ക്രാഫ്റ്റ് ആയിട്ട് കുറച്ച് സാധനങ്ങൾ ഇപ്രാവശ്യം ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ അത് അതെ, ഒരു ഹാമ്പർ സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പൊ ഹാമ്പറിൽ നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്ന കുറച്ച് ഐറ്റംസ് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അതും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പൊ അതാണ് ഞങ്ങള് ബർത്ത്ഡേ വ്ളോഗ് 2 ദിവസം മുന്നേ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം അതൊക്കെയാണ് കാര്യങ്ങൾ. സർപ്രൈസ് ആവുമെന്ന് വിചാരിക്കുന്നു. ഈ വ്ളോഗും അതിന്റെ ഒരു ഭാഗ്യമാണ്. അതെ, അപ്പൊ നമുക്ക് കാണാം. ബൈ. ഗൈസ്, റോസ്മേരി ടോമി ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് മറിയത്തിന് വേണ്ടിയുള്ള ഫ്ലവേഴ്സ് അല്ലേ റോസി? എവിടെ വാവ്, സ്മോൾ ക്യൂട്ട് ഫ്ലവേഴ്സ്. ഒരു ബൊക്കെ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. വാവ്, റോസ്മേരി ടോമി സൂപ്പർബ്. അഞ്ജുസജി ഇവിടെ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? കാർഡ്സ്. ഇതെന്താണ് അഞ്ജുസജി? കുറെ പേപ്പറൊക്കെ ഉണ്ടല്ലോ. കാർഡ്സ്. സെന്ന എന്താണ് ചെയ്യുന്നത്? സെന്ന ഓൾറെഡി എല്ലാം പ്രിപ്പയർഡ് ആണ്. ഇനി എന്ത് കൈയൊക്കെ വിറക്കുന്നത്? സെന്ന ഓൾറെഡി പ്രിപ്പയർഡ് ആണ്. നമുക്ക് സെന്ന ഞങ്ങക്ക് കാണിച്ചു തന്നില്ല ഗൈസ് ഇതിൽ എന്താണ് അവള് ചെയ്തു വെച്ചിരിക്കുന്നതെന്ന്. അപ്പൊ നമുക്ക് 15-ന് അത് കാണാൻ പറ്റുള്ളൂ. അവള് ഇവിടെ വന്നിരുന്ന ഞങ്ങളുടെ എല്ലാം കണ്ടുകൊണ്ടിരിക്കുക. ഉണ്ടാവുമായിരിക്കും. എന്താ ബ്ലസ്സി ചെയ്യുന്നത്? ഞാനാണ് മറിയത്തിന് വേണ്ടിയുള്ള കാർഡ് ഡിസൈൻ ചെയ്തോണ്ടിരിക്കുക. ഐ ഹോപ്പ് ഷീ ലൈക്സ് ഇറ്റ്. പച്ചമാർക്കറോ? ഇത് മതിയോ? കിട്ടിയോ ഗായ്സ്? അപ്പൊ ഞങ്ങള് വ്ളോഗിന്റെ ബാലൻസ് എടുക്കുകയാണ്. ഇന്ന് സൺഡേ ആണ്. മറിയ എന്തേ അവിടെ ഫോട്ടോഷൂട്ട് ചെയ്തോണ്ടിരിക്കുകയാണ്. ഗായ്സ്, ഇവിടെ ഗംഭീര ഫോട്ടോഷൂട്ടാണ് ഗായ്സ്. ഗായ്സ്, ഞങ്ങളുടെ ഫോട്ടോഷൂട്ട് ഓൾമോസ്റ്റ് ഫിനിഷ് ആയിരിക്കുകയാണ് അല്ലേ? ഫോട്ടോസ് കിട്ടിയോ മറിയാം? യെസ്, കൊറേ നല്ലത് കിട്ടി. കൊറേ കിട്ടി. കൊറേ എഫേർട്ട് ഇട്ടു ഗൈസ്. താങ്ക് യു ഫ്രണ്ട്സ്. റിയലി താങ്ക് യു ഫോർ യുവർ മെന്റൽ സപ്പോർട്ട്. മെന്റൽ സപ്പോർട്ട് കൊടുത്ത് സെന്നോ കൊറേ നേരം ഇവിടെ നിന്നു. വെയിലൊക്കെ കൊണ്ട് സെന്നയ്ക്ക് വെയിൽ കൊള്ളാൻ തീരെ താല്പര്യം ഇല്ല. പക്ഷെ എന്നാലും സെന്ന നിന്നു. യെസ്, മറിയത്തിന് വേണ്ടി സെന്ന നിന്നു. അപ്പൊ നല്ല അടിപൊളി കാറ്റ് വരുന്നു. ഞങ്ങള് പാക്കപ്പ് ചെയ്യാന്ന് വിചാരിച്ചു. ക്യൂട്ട് പെട്ടിയാണ് ഞങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. മിഠായി കണ്ടിട്ട് തിന്നാൻ തോന്നുന്നു. എന്നോട് പറഞ്ഞേ കൊടുക്കാൻ തോന്നുന്നില്ല. അയ്യോ, ഇത് കാണാനായിരുന്നു രസം. എനിക്ക് ലാസ്റ്റ് ആയിട്ട് ഒന്ന് കാണിക്കട്ടെ. ലൈറ്റ് ഇട്ടടി.
അപ്പൊ അതില് പറയുന്നത് ഈ സ്ഥലമായിരിക്കുമല്ലോ. ഇവിടുന്ന് സാധനം എടുക്കുന്ന അപ്പുറത്തെ സ്ഥലത്തേക്ക് പോകാനല്ലേ. റോയില് വെച്ച് നോക്കിയേ. ഇട്ടില്ലേ? സെറ്റ് 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 സെറ്റ്. ബാ ഈ നട്ടപ്പാതിലേക്ക് ഞങ്ങൾ മെസ്സിലോട്ട് പോവാണ് ഗൈസ്. വേണ്ട, അവൾ കൈ കൂട്ടം. എൻ്റെ വിളിക്കും. ഡൺ. അവിടെയാണോ? അതിൻ്റെ മുകളിൽ കയറ്റി വയ്ക്ക്. അതിൻ്റെ മുകളിൽ എന്തെങ്കിലും കയറ്റി വയ്ക്കാൻ. ഹാൻഡ് മെയ്ഡ് പൊക്കെ. വാ. വാവ്. സമയം ഇപ്പോൾ 11:50. ഇങ്ങനെ കണ്ട് എല്ലാവരും കാണിക്കാറുണ്ടല്ലോ. അത് അല്ലടി 11:50. നമുക്ക് പോവാറായി. 57 വിടറി. ഇനി എന്തേലും എടുക്കാനുണ്ടാ? ഗൈസ്, ഒന്നും എടുക്കാനില്ലെന്നാണ് ധാരണ. ഇതിലെന്നെ കാണണ്ടോടി? Happy birthday to you. Happy birthday to you. Happy birthday to dear Mariam. Happy birthday to you. Happy birthday Mariam. Thank you. Happy birthday. പൊളി കേക്ക് കഴിക്ക്. വാവ് പൊളി. അടുത്ത ആള്. ഗൈസ്, ഒരു നിമിഷത്തേക്ക് നമ്മൾ നിശബ്ദരാവുകയാണ്. വാലടിച്ചടി. പ്രാർത്ഥിച്ചോ? വിഷ് ചെയ്തോ? കറക്റ്റ് കൊടുത്ത് ഇപ്പം എഴുതി ഓഫായി. റോസി ഫുള്ള് ഒരുക്കാം. ആ രണ്ടാമത്തെ ലൈറ്റും കൂടി ഇടടി. എങ്ങനെയാ തലമുടി ഇങ്ങനെ ബ്രാൻഡിയെ പോലെ അത്രേ ഉള്ളൂ. പറയാം, അതാ ഗിഫ്റ്റ്. ഇത് ഹാൻഡ് മെയ്ഡ്. എന്റെ മോളെ ഞാനും ഹാൻഡ് മെയ്ഡാട്ടോ. അങ്ങനെ പിടിച്ച് വെക്കാതെ കളി തുടങ്ങാം. The place where you starts to learn to suffer. എവിടെയാ? എന്തോ മനസ്സിലായെന്ന് പറ. ഞാൻ ആദ്യം വിചാരിച്ചത് എന്തോ നല്ല കാര്യം എഴുതി നിങ്ങളെ ചോദിച്ചപ്പോഴേക്കും ഇതെന്താ സംഭവം? The place where you starts to learn to suffer. ചിന്തിക്കുക എവിടെന്നാ സഫർ ചെയ്യാൻ തുടങ്ങിയത് എവിടെന്നാ? ബോഡി ഹോസ്റ്റൽ തിങ്ക് ചെയ്ത് നന്നായിട്ട് ഇരുന്ന് ആലോചിക്ക്. ഇതൊന്ന് ചിന്തിച്ചേ. നീ ഇവിടെ വന്നിട്ട് നീ സഫർ ചെയ്യാൻ തുടങ്ങിയ ഒരു സ്ഥലം. ഹോസ്റ്റൽ ബെഡ് ഹോസ്റ്റലിൽ എവിടെ?
അതെ സത്യം. ഇച്ചിരി സിമ്പിൾ ഇടായിരുന്നു കേട്ടോ. ഞങ്ങള് വിചാരിച്ചു എനിക്കത് മനസ്സിലാവും. താഴെ താഴെ എവിടെ? താഴെ പെട്ടിയും പ്രമാണം എടുത്തിട്ട് വന്ന് അവിടെ നിൽക്കും. അവിടെ വല്ലതും ഉണ്ടോന്ന് ഞാൻ പോയി ഇപ്പൊ നോക്കണോ? നോക്കണം. അയ്യോ സാധനം ഇതൊക്കെ എടുത്ത് ആ ബൊക്കെ പിടിച്ച് വേണമെങ്കിൽ ബർത്ത്ഡേ ഒക്കെ അല്ലേ നടന്നു. താഴെ വരെയൊക്കെ നിങ്ങൾ സാധനം കൊണ്ടുവച്ചു. എടി അറിയില്ല ഞങ്ങള് വെച്ചോന്നൊക്കെ ഓർമ്മയില്ല. പോയി നോക്കി നോക്ക്. അതെ ഗായ്സ് ഒരുപാട് ബഹളം വെക്കരുത്. ഇത് രാത്രിയാണ് കേട്ടോ. വഴി തിരിച്ചു വിട്ടാലേ ഞാനടി ആരുടെ ലൈറ്റ് ഇട്ട് രാത്രിയൊക്കെ ഇത് പാറ്റയൊക്കെ ഉണ്ട് താഴെ. വല്ലതും ഉണ്ടോ മറിയുടെ അകത്ത്? എന്തോ ഞാൻ കാറും ഇപ്പോ ഉണ്ടോ അതിൻ്റെ അകത്ത്? When nature calls, you answer fast. Move to the room where visits don't last. നിന്റെ അർത്ഥം മനസ്സിലാക്കിയിരുന്നു. When nature calls, you answer fast. പി ജി ഉത്തരം പറയൂ. പി ജി ഹെൽപ്പ് ചെയ്യാട്ടോ. ഹെൽപ്പ് When nature calls you, പ്രകൃതി നിന്നെ വിളിക്കും. ജനല പ്രകൃതി നിന്നെ വിളിക്കുന്നു. നിനക്ക് ആ വിളി കേട്ടേ പറ്റൂ. ഒരിക്കലും ആ ഒരു സ്ഥലത്തേക്ക് നിനക്ക് പോവാതിരിക്കാൻ പറ്റില്ല. നീട്ടി വെക്കാൻ പോലും പറ്റില്ല. ആ അത് ഏതാ സ്ഥലം? ആണോ? ബാത്റൂമാ? പറയാത്ത കിട്ടി വ്യൂ കിട്ടി. No one sleeps here. ആരും ഇവിടെ ഉറങ്ങാൻ. അതെ ഏത് റൂം നമ്പർ മേ ബി വി ഡോണ്ട് നോ. കണക്ക് കൂട്ട് ഇപ്പളേ കണക്ക് കൂട്ടിക്കോ. 2:30 എന്റെ റൂം നമ്പർ പോലും നിനക്കറിയില്ലടി. അത് ശരിയാട്ടോ ബോർഡില്ല. ആർക്ക് ലെറ്റർ കൊടുത്തിട്ട് ഞാൻ അവൾക്ക് ചൂടാ ചൂടാ നല്ല ചൂടാ കണ്ടല്ലേ കത്തി. എവിടെ അറസ്റ്റ് ചെയ്യാറ് നീ? നീ അറസ്റ്റ് ചെയ്യുന്ന ഇവിടെ ബെഡാന്ന് എനിക്ക് മനസ്സിലായില്ലേ? നിന്റെ ബെഡ് ഇന്നസെന്റ് ആണെന്ന് മനസ്സിലായില്ലേ? എനിക്കറിയില്ല. നോക്കി നോക്കിയേ ബെഡ് കട്ടിലല്ല. എന്റെ ദൈവമേ അതൊന്നില്ലേ? അയ്യോ അവിടെ ഒന്നുമില്ലല്ലോ. നോക്കിയോ ആ കട്ടി നോക്കിയോ? ശരിക്കും നോക്കണം. ഷോൾഡറിൽ എന്താ ഇടുന്നേ? ഇങ്ങനെ ചുറ്റുപാടുള്ളത് എന്താ? ബാഗ് എന്നയുടെ ബാഗായിരിക്കും. കൊച്ചു കള്ളി ചെന്നേരെ ഷോൾഡറിന്റെ സെന്റാണ്. ഇതൊന്നും ഇല്ലേ വേറെ ആളുടെ നോക്ക്. അല്ല ബീജിക്ക് ടെൻഷനായി. കട്ടിലോ പിടിച്ച് അതൊക്കെ വിട്ട്
അയ്യോ ഇല്ല, ഇനി വേറെ ബാഗ് ഇനി ഇത്ര ഫ്രണ്ടേ ഉള്ളൂ ഇവിടെ നിനക്ക്. ഓ നോക്കി നോക്കി. പേപ്പർ കിട്ടിയേ. എല്ലാരും ഒക്കെ ഇറങ്ങോ. റോസിക്ക് മാത്രം കേക്ക് കേക്കല്ല പൂവെന്തോ റോസി super. To my motivational speaker, happy birthday girl. You are really so awesome. How do you feel right now? This is your year. Do you feel like that you are 22? Illa. You are older. It's gonna be 4 years now. To the first year, I never thought that I may gonna find a strong friendship, and now look at us. So emotional. We both had so much of tough situation. We both fight a lot, and there is no friendship. കരഞ്ഞു കരഞ്ഞു രണ്ടും കരഞ്ഞു. കരയാതെ അതെടുക്കണ്ട അത് അവസാനം എടുത്താൽ മതി. അതുപോലെ ഇല്ലായിരുന്നു. ഇത്ര എഫേർട്ട് ഹാപ്പി ബർത്ത്ഡേ ടു വൺ മൈ ഫേവറേറ്റ് ഹ്യൂമൻ. ജൂണിന്റെ കലണ്ടർ എവിടെയൊക്കെയോ കണ്ടായിരുന്നു. എന്റെ ടിഷ്യൂ ആ പാക്കേജിന് എടുക്കണേ. കൊള്ളാം നല്ല മൊത്തം കണ്ടിരിക്കുക ഒരു സഹനശേഷി. അയ്യോ മാറിപ്പോയി. എടുത്ത് വായിക്കും. അയ്യോ അവിടെ അല്ല ഗിഫ്റ്റ് ഒക്കെ കിട്ടുന്നില്ലേ? വീഴുന്നുണ്ട്. എനിക്ക് ഇത്ര ഇല്ല കേട്ടോ. ഓ സീൻ സിമ്പിൾ. അമ്മിട്ട് സാധനമാണ്. ചാർട്ടാ വാ ഗൈസ് കാണ്. ഒമ്പോ ഇവിടെ കലണ്ടർ വെച്ചിട്ടുണ്ട് കേട്ടോ. വാവ് കേക്ക്. ഒരു കത്തി എടുത്ത് മുറിക്കട്ടെ. ഹാപ്പി ബർത്ത്ഡേ. സ്പെഷ്യൽ ഡേ. I want to know that grateful I have in my life. Every smile, every constant source of support and happiness in my friend life is more precious. ഇപ്പറേ ഉള്ളൂ. പല കളറൊക്കെ വെച്ച് എഴുതിയേക്കണേ.
അനദർ വേ ഓഫ് ക്രിയേറ്റിവിറ്റി. ഇത് എത്ര ദിവസം എടുത്തു ഉണ്ടാക്കാൻ? അവളിൽ 10 ദിവസം കൊണ്ട് പിടച്ചിട്ടുണ്ട്. നമ്മള് 2 ഐഡിയ എല്ലാം കൂടി ഒന്നിനകത്താക്കി. അല്ല അതാവുമ്പോ എളുപ്പമല്ല, ഒരു പാക്കറ്റ് ഇട്ടാ പോരും. കാർഡും ലെറ്ററും എല്ലാം ഓൾറെഡി പരിപാടിയാണ്. കുത്തിരുന്ന് വായിച്ച് ഞാൻ ഇമോഷണൽ ഇമോഷണൽ മാറാനുള്ള സാധ്യത. അതെ. ദേ ഇതെന്തുവാ? ഗ്രാജുവേറ്റഡ്. അത് മലയാളം കേട്ടോ, അതൊന്നും ചെയ്യാനുള്ള സമയം എനിക്ക് കിട്ടിയിരുന്നു. വളരെ ബിസി ആയിരുന്നു ഞാൻ. മലയാളം കിട്ടുന്നുണ്ടോ? പിന്നെ അറിയാൻ തുടങ്ങിയിട്ട് വളരെ കുറച്ച് വർഷങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. ആദ്യമായി ഇവിടെ വന്നപ്പോൾ ആദ്യമായി കണ്ടു. നീ ആരാണെന്നോ എങ്ങനെയാണെന്നോ എങ്ങനെ ഒരാളാണെന്നോ എനിക്കറിയില്ലായിരുന്നു. നമ്മൾ ഒരുമിച്ച് ആഘോഷിക്കുന്ന നിന്റെ 4ാമത്തെ ജന്മദിനമാണ്. ഓരോ ജന്മദിന ആഘോഷവും എനിക്ക് ഒരുപാട് മനോഹര ഓർമ്മകളാണ് സമ്മാനിച്ചിട്ടുള്ളത്. ആദ്യമായി നിന്റെ ജന്മദിനം ആഘോഷിച്ചതും കേക്ക് വാങ്ങിയതും ഒരുമിച്ച് സമയം ചെലവഴിച്ചതും എല്ലാം ഈ ലെറ്റർ എഴുതുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നു. അന്ന് നമ്മൾ താഴത്തെ ഫ്ലോറിൽ വെച്ചായിരുന്നു ആഘോഷിച്ചത്. ഈ 4 വർഷങ്ങൾക്കിടെ ഒരുപാട് നല്ല ഓർമ്മകളും ചെറിയ ചെറിയ പിണക്കങ്ങളും സന്തോഷങ്ങളും വിഷമങ്ങളും നമ്മൾ ഒരുമിച്ച് പങ്കുവച്ചു. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുക. ജീവിതത്തിൽ ഇനിയും ഒരുപാട് ആളുകളെ കാണും, ഒരുപാട് പേരുമായി സംസാരിക്കും. പക്ഷെ അതിൽ നിന്നിടയിലും എന്നെ ഓർക്കണം. എനിക്ക് ഒരുപാട് നല്ല ഓർമ്മകൾ സമ്മാനിച്ച എന്റെ പ്രിയ കൂട്ടുകാരിക്ക് ജന്മദിന ആശംസ. ആദ്യം കേട്ടോ എനിക്ക് മലയാളത്തിലൊക്കെ ലെറ്റർ ഞാൻ മലയാളം എഴുതണമെന്ന് വിചാരിച്ചതാ. പിന്നെ ഞാൻ എല്ലാരും ഇംഗ്ലീഷിലൊക്കെ ഞാൻ മലയാളത്തിൽ അക്ഷരത്തെ വല്ല വരുത്തും. ഒരു സെറ്റ് ഉണ്ടല്ലോ, ഡീറ്റെയിലിംഗ് ഞാനിപ്പോ വാങ്ങണ്ടല്ലോ. നല്ല കമ്മലായിട്ട് അവിടെ കാണിച്ചേ. എല്ലാവർക്കും ഇഷ്ടമായി ആ കമ്മല്. ക്ലിപ്റ്റോഗ്രാം എനിക്ക് പണ്ട് അത് കിട്ടി ഒരു ഷൂട്ട് നടത്തണം ഞാൻ പറയുകയാണെങ്കിൽ. മഞ്ഞ പേന, ഈ പേന ഞാൻ ആദ്യം കൈ കണ്ടിട്ടുണ്ടല്ലോ. കാണായിരിക്കും. കൊറേ മുട്ടായി ഗ്ലേസിക്ക് മുട്ടായി എന്നും ഒരു വീക്ക് എന്താന്നറിയില്ല. മഞ്ച് എനിക്ക് ആദ്യം കണ്ട് മനസ്സിലായി. വിട്ട മാത്രം കണ്ടു. എനിക്ക് ഞാൻ എന്താ വിചാരിച്ചെന്നറിയോ, എന്തോ പേനയാന്നാ ഞാൻ വിചാരിച്ചേ. ഈ സംഭവം കണ്ടപ്പോ ഇത്ര വലിയ പേന എടുക്കങ്ങോട്ട് സാധനം മാറ്റി വെക്ക്. കഴിവൊന്നും ഇല്ലടി നിങ്ങൾ വിചാരിക്കുന്നു. ഇതിലങ്ങ് ചെയ്തങ്ങ് തുടങ്ങുക. ഒരിങ്കടിങ്ക കണ്ടിട്ട് പോലും മനസ്സിലാവാം. എനിക്ക് മനസ്സിലായിട്ടില്ല. നിവർത്ത്. ആ അത് മുകളിലേക്ക് നിവർത്ത്. അതല്ലേടി ഇതിങ്ങനെ നിവർത്ത്. പൊക്ക് പൊക്കിക്കോ നേരെ ആക്കിക്കോ. ആ ഇനി ഇവിടെ ലൂസാക്ക്. ആ സ്ക്രൂ ലൂസാക്ക്. എങ്ങോട്ടേലും തിരിച്ചു നോക്കി. ലൂസായോ? ആ ഇനി അത് നിവർത്തിക്കോ. പൊക്കിക്കോ. നീളും നീട്ട്. ആ എത്രേ ഉള്ളൂ. ഇനി നീരൊന്നും എനിക്ക് അറിയില്ല. ഇനി ഇത് ഇവിടെ ടൈറ്റ് ചെയ്തിട്ട് നിനക്കിവിടെ ഫോൺ വെക്കാം. പിന്നെ ഇത് ബ്ലൂടൂത്ത് വെച്ച് കണക്ട് ചെയ്യാം. സ്വിച്ച് എനിക്ക് അറിയില്ല കേട്ടോ ഞാൻ എത്ര ഇതൊക്കെ ഉപയോഗിക്കാന്ന്. എനിക്കൊരു അത് കുഴപ്പമില്ല. നിനക്ക് വേണമെന്നുണ്ടായിരുന്നില്ലേ? ഞാൻ ഇവിടം വരെ എല്ലാം ചെയ്യും. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ലതാണ്. ചിലപ്പോ ഇതുകൊണ്ട് ഞാൻ ചിലപ്പോ കുറച്ചുകൂടെ മോട്ടിവേറ്റ് ആയിട്ട് ചെയ്യാം. അത് കുറച്ച് ബലം പ്രയോഗിക്കണം. അത് കുഴപ്പമില്ല. അത്ര അടഞ്ഞാ മതി. ഇടി. താങ്ക് യു ഗൈസ്. വെൽക്കം. ഉണ്ടാക്കാൻ അത്ര സിമ്പിളായ കാര്യമല്ല. എന്നെ പറ്റാത്തൊരു പരിപാടിയാണ്.
അല്ല റെഡിമെയ്ഡ് സാധനമാണെങ്കിൽ ഞാൻ ഇറക്കുമതി ചെയ്ത് ഓ ഞങ്ങളിവിടെ വെച്ച പാട്. ഞങ്ങൾ ഒരു ലോട്ടി ഷോക്ക് പോയി അപ്പുറത്തിരിക്കണ്ട് പാറ്റ നിൽക്കോ. എന്റെ ടെൻഷൻ അതാ. 2 പറയാൻ പറ്റി. ആണോ? എന്ത്? ഞാനിങ്ങനെ എവിടുന്ന എന്തോന്ന് ചെറുതായിട്ട് ചോദിച്ചു. പക്ഷെ എന്റെ മൈൻഡ് നിങ്ങൾ എന്ത് തരുമെന്നാണ് അറിയാം. എന്താ? കൊടയായിരുന്നു. കൊടയോ? ഓ ഞങ്ങളുടെ മനസ്സിൽ പോലും ഇല്ലായിരുന്നു കൊട. കൊടയില്ലല്ലേ? കൊടയല്ലേ? കൊട പ്രതീക്ഷിച്ച മറിയത്തിന് കിട്ടിയത് ഒരു ട്രൈപ്പോഡാണ്. ട്രൈപ്പോഡാണ് ചിന്തിച്ചിരുന്നില്ല. അത് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ. പക്ഷെ ആദ്യം അതായിരുന്നു വേണ്ടത്. അല്ല അല്ല പുള്ളിക്കാരി അതിനൊന്ന് മോട്ടിവേറ്റഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന സമയം കുറച്ചും കൂടെ പുഷ് ചെയ്ത് നമുക്ക് കൊടുക്കാൻ പറ്റും. പിജിയുടെ വാക്കുകൾ. ഇപ്പൊ എന്താണ് മരത്തിന് ഒരു സുദിനത്തിൽ പറയാനുള്ളത്? എല്ലാവരോടും പറയാനുള്ളത് ഇപ്പൊ എനിക്കൊന്നുമില്ല. പക്ഷെ രാവിലെ ആകുമ്പോഴേക്കും ഭയങ്കര സന്തോഷമായിരിക്കും. കാരണം ഞാൻ ഇപ്പൊ രാത്രി പോയി കിടന്ന് ഉറങ്ങുമ്പോ ഇതെല്ലാം ചിന്തിക്കും. സ്വപ്നം 3 മണിയാണെങ്കിൽ ചിന്തിക്കും. ചിന്തിച്ച് കഴിയുമ്പോ രാവിലെ ആയിരിക്കും ഒരു ഹാപ്പിനെസ് വരും. ഫ്രഷ് ഡേ. മോശമാക്കി നല്ല പെട്ടിയോടെ സൂക്ഷിച്ചു. ഇതൊക്കെ എടുത്തു വെക്കണം കേട്ടോ. അറിയാം സൂപ്പർ പെട്ടി. നീ പ്രതീക്ഷിച്ചോടി ലെറ്റർ ഒക്കെ കിട്ടുമെന്ന്? ലെറ്റർ ഒന്നും എന്റെ മൈൻഡിൽ ഇല്ലായിരുന്നു. എന്റെ മൈൻഡിൽ കൊട കൊട കൊട. തിങ്കളാഴ്ച ഡ്യൂട്ടിക്ക് പോകുമ്പോ കൊറേയൊക്കെ പിടിച്ച് പോകുന്നതല്ലേ. അതെന്താന്നറിയാം പറയുമ്പോഴും കൂടി അവന്റെ ഇവിടെ കൊട പിടിച്ചാലാണല്ലോ നടക്കുന്നത്. കൊട ഇല്ലാതെ നടന്നാൽ നമ്മുടെ മനസ്സിലേക്ക് അത് വരും. പക്ഷെ കൊട പിടിച്ച് നടക്കുന്നതുകൊണ്ട് നമുക്കത് മനസ്സിൽ വരത്തില്ല. സമയം എത്രയായി? 12:30. ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. അത് ഞാൻ എപ്പോഴും അപ്ലോഡ് ചെയ്യണ്ടേ? എടി നീ നിന്റെ വീട്ടിൽ സെലിബ്രേറ്റ് ചെയ്യാം. ഇടങ്ങോട്ട് സെൽഫ് ലവ്. യൂട്യൂബ് അല്ലേ? എല്ലാം കൂടെ ഇടും. ഇപ്പൊ വരും ഇറങ്ങും. പോയിട്ടോ പെട്ടെന്ന് എല്ലാവരും പോയി കിടന്ന് ഉറങ്ങിക്കോട്ടോ. ഉറങ്ങാം. എന്റെയും പോയി ചെറുതായിട്ട് കണ്ണാടി ചേർന്നാലേ ഒന്നുള്ളൂ. കണ്ണോടെ ബൈ ബൈ. ഗുഡ് നൈറ്റ്. അപ്പൊ ഗൈസ് വ്ളോഗൊക്കെ കഴിഞ്ഞു. നമ്മുടെ ലാസ്റ്റ് ക്ലിപ്പായിരുന്നു ഇത്. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു ഡിയർ മറിയം. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഞാൻ ശരിക്കും വിശ്വസിച്ചില്ല സാധനം ഉണ്ടെന്ന്. മറ്റൊരു സർപ്രൈസ്. എന്തൊരു അവധിയോട് നിങ്ങൾ രണ്ടും കാഴ്ച വെച്ചത്. വിഷയം ശരി വായിക്കും. ഹാപ്പി ബർത്ത്ഡേ അലി. അനീറ്റയോ? അനീറ്റ സെറ്റ് ചെയ്യാൻ പറഞ്ഞ. കൊള്ളാം. ഇത് അനീറ്റയോട് എന്താ പറയാനുള്ളേ? താങ്ക് യു അനീറ്റ എന്ന് വിചാരിച്ചു. വെട്ടിക്കോ. കഴിച്ചോ. നീ തിന്നോടി. കൂടി എന്നെ ഷുഗറൊക്കെ
കയ്യില് കേക്ക കഴിച്ചതിൽ ഏറ്റവും നല്ല കേക്ക്. ഓഫ് കരോ